കഴിഞ്ഞല്ല ആ ചോദ്യം തന്നെ. വന്നില്ലല്ലേ? നമ്മൾ കഴിയുമ്പോ ചായ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്നത് ഭയങ്കര ഒരു ഗോർജസ് ലുക്കിലായിരുന്നു ഓരോ ഹീറോ. ഇപ്പം കളർ ഭഗവതിയായാലും ശരി, ചിത്രിയിലെ ക്യാരക്ടറായാലും ശരി, ഇപ്പം ഈ സിനിമയിലെ ക്യാരക്ടറായാലും ശരി, ഹീറോയിൻസിന് എപ്പോഴും ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറായിട്ടുള്ള ഹീറോയിൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടറോടെയാണ്. അപ്പം ഭീഷ്മർ എന്ന സിനിമയിൽ ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നുണ്ടാവും. ഈ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം ഹീറോയിനെ മാത്രമല്ല, ധ്യാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിഷ്ണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സത്യം ഇതിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പം ഇവർ തന്നെ പറയുന്നത്, ഇവർ ഈ ഷോർട്ട് സമയത്ത് അവിടെ വരും, അത് കഴിഞ്ഞ് പോയി ചീട്ട് കളിക്കും. അപ്പോൾ അവർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര എൻജോയ് ആയിട്ട് ഭയങ്കര എന്താ പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതാണ്. ഇപ്പോൾ നമ്മുടെ സെറ്റ് വരുമ്പോൾ ഇവര് പ്രിൻസിപ്പലാണ് എന്ന് പറയുമ്പോഴും ആ ക്ലാസ് ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, ബാക്കി സമയം അവരെ എന്തിനും തുറന്നു വിട്ടോളൂ. അതായത് ഞാൻ ഒന്നിനും നിയന്ത്രിക്കത്തില്ല, പോയി എന്തോ ചെയ്തോളാം പറയാം, അങ്ങനെ പോയി ഇരിക്കുന്നതാണ്. അപ്പോൾ നായികയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് എന്താ പറയുന്നത് സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ കഥാപാത്രത്തിന് അനുയോജ്യമെന്ന് തോന്നുന്നവരെ സെലക്ട് ചെയ്യുമ്പോൾ അവർ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് നമ്മളൊരുപാട് അവരെ ഇത് ചെയ്യും, ട്രെയിൻ ചെയ്യും. കാരണം ഡയലോഗുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും നമുക്ക് പലതും അവരെ നമുക്ക് വളരെ സമയമെടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അല്ല ഒരു ചെറിയ സമയം മാത്രമല്ല, അതായത് ഇപ്പോൾ 1-2 ദിവസവും ഈ പിന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് സമയത്തൊന്നുമല്ല, അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അവരുമായിട്ടൊക്കെ പല മീറ്റിങ്സൊക്കെ ഇത് ചെയ്ത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കഥാപാത്രത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർ തന്നെ പൊതുവെ ഹാപ്പിയാണ്, നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പിന്നെ അപ്പോൾ അതുപോലെ ഈ നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു നമുക്കറിയാതെ തന്നെ നമ്മളിലൊരു പോസിറ്റീവ് മൂഡ് വരും. അപ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ മോക്ഷനായപ്പോഴും അത് തന്നെ, ചിത്രയുടെ അവരൊക്കെ ആരോ അത് തന്നെ. അത് നമുക്കിപ്പോൾ ഇവരെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് വ്യത്യസ്തമായ ഒരു എന്താ പറയുന്ന ഒരു അനുഭവമായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും എന്താ പറയുന്നത് നമ്മൾ പിന്നെ ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു വാർത്തയില്ല. നമ്മൾ പല രീതിയിൽ ഇപ്പോൾ ശേഷമായാലും ബാക്കിയുള്ള എന്ത് തന്നെ ആയാലും ഇതുപോലെ ആസ്വദിച്ച് നമുക്ക് ചെയ്തിട്ടുള്ള നമുക്ക് ഒരിക്കൽ പോലും ഇതൊരു ജോലി എന്ന് തോന്നില്ല. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ത്രൂ ഔട്ട് ഇത്. നമുക്ക് വേറൊരു എന്ന് പറയാൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം പാലക്കാട് ഈ സമയത്തൊക്കെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടിരുന്ന മഴ കാരണം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം പോലും അങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ വൈകുന്നേരം ഒരു 6-6:30 ഒക്കെ മഴ പെയ്ത് വളരെ ശക്തിയായ മഴ പെയ്ത് നിൽക്കുമ്പോഴും നമ്മുടെ ലൊക്കേഷൻ പോകുമ്പോൾ നമ്മൾ ആ കുളത്തിൽ പൂജ ചെയ്ത് നമ്മുടെ ഇതിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് മഴ മാറി നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു അനുഗ്രഹമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു അനുഗ്രഹം പൊതുവെ നമുക്ക് ഒരു അനുഗ്രഹം കൈവന്നിട്ടുണ്ട്. അത് ഈ കഥാപാത്രങ്ങളിലേക്കും അത് സന്നിവേശിച്ചിരിക്കാം. അതാണ് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറിവ് ശരിയാണ്, ഇത്രയും സഹകരിച്ചിട്ട് ഒരുപാട് ഈ എന്താ പറയുന്നത് ഈ ഇതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഇതെനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളത്. ഇത്രത്തോളം എപ്പോൾ പറഞ്ഞാലും യാതൊരു തടസ്സവും കൂടാതെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇതിന് വന്ന് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ